നമുക്ക് നമ്മുടെ മന്ത്രിമാരെയൊക്കെ വലിയ വിശ്വാസമാണ്. കാരണം അവർ നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മൾ അവരുടെ നമുക്ക് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്താൻ അവർക്ക് നമ്മൾ അനുവാദം കൊടുത്താണ് അവരെ മന്ത്രിയാക്കിയിരിക്കുന്നത്. നമ്മൾ വോട്ടിട്ട് ജയിപ്പിച്ച് MLA ആയി, പിന്നെ ഒരു മന്ത്രിയായി. സ്വാഭാവികമായിട്ടും മന്ത്രിമാരെ നമുക്ക് വലിയ വിശ്വാസമാണ്. അവരെല്ലാം ചെയ്യുന്നത് ശരിയാണ്, അവരെല്ലാം നമുക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നത് ശരിയാണ്, പറയുന്നതും ശരിയാണെന്നാണ് നമ്മുടെ വിശ്വാസം. അതാണ് ജനാധിപത്യ പ്രക്രിയയിൽ നമ്മൾ ഈ ഭരണാധികാരികളെ വിശ്വസിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. പക്ഷേ ഈ നാക്കെടുത്താൽ കള്ളം പറയും എന്ന് നമുക്ക് നമ്മുടെ മന്ത്രിമാരെ കുറിച്ച് വിലയിരുത്താൻ കഴിയുമോ? പ്രത്യേകിച്ചൊരു ചെറുപ്പക്കാരൻ, വലിയ യുവജന സംഘടനയിൽ കൂടി വളർന്നു വന്ന വിപ്ലവകാരി, ലോക്സഭാ മെമ്പറായിരുന്ന ഒരാൾ, അയാൾ എങ്ങനെ ഒരു ചെറുപ്പക്കാരനായ, പിന്നെ സ്പീക്കറായിരുന്നു, നിയമസഭയുടെ സ്പീക്കറായിരുന്നു, അങ്ങനെയുള്ള ഒരു വ്യക്തി മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പച്ചയ്ക്ക് കള്ളം പറയുമോ? എന്നാൽ അങ്ങനെ കള്ളം പറഞ്ഞു എന്നാണ്. വേറെ ആരുമല്ല, MP രാജേഷ്. ഇപ്പോൾ നമ്മുടെ മന്ത്രിയായിരിക്കുന്ന MP രാജേഷ് പത്രക്കാരുടെ മുന്നിൽ വന്ന് പച്ചയ്ക്ക് കള്ളം പറഞ്ഞു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് പാലക്കാട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അതിൻ്റെ തലേ ദിവസം 2 പത്രങ്ങളിൽ, സിറാജിലും അതുപോലെ സുപ്രഭാതത്തിലും 2 പരസ്യങ്ങൾ വന്ന് നമ്മൾ ശ്രദ്ധിച്ചതാണ്. ഏറ്റവും അധികം ചർച്ചയായതാണ്, വളരെ വിവാദമായതാണ്. അപ്പോൾ പത്രങ്ങളും മറ്റു മാധ്യമങ്ങളും ആ പരസ്യം പുറത്തു വന്നതിനെ വലിയ വാർത്തയാക്കി, അതോടുകൂടി വലിയ വിവാദമായി. അപ്പോൾ രാജേഷും അവിടുത്തെ പാർട്ടി സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും കൂടെ ചേർന്ന് ഒരു വാർത്താ സമ്മേളനം നടത്തി. വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ളൊരു പരസ്യം നൽകാൻ തിരഞ്ഞെടുപ്പ് അധികാരികളോട്, ഭരണാധികാരിയോടോ മറ്റ് തെരഞ്ഞെടുപ്പ് അധികാരികളോടോ നിങ്ങൾ അനുവാദം വാങ്ങിച്ചിരുന്നു എന്ന് ചോദിച്ചപ്പോൾ രാജേഷ് പറഞ്ഞത് വാങ്ങിച്ചിരുന്നു എന്നാണ്. ഇതെല്ലാം ഞങ്ങൾ അനുവാദം വാങ്ങിച്ചിട്ട് തന്നെയാണ് പരസ്യം കൊടുത്തത്, അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞങ്ങൾ അത്ര വലിയ മണ്ടന്മാരാണ്, മോശക്കാരാണെന്ന്? ഞങ്ങൾക്കിതൊക്കെ അറിയാം, തിരഞ്ഞെടുപ്പ് ചട്ടം അറിയാം, തിരഞ്ഞെടുപ്പ് ചട്ടത്തിൽ എന്തൊക്കെ പ്രവർത്തിക്കണമെന്ന് അറിയാം. അതുകൊണ്ട് ഞങ്ങൾ അനുവാദം വാങ്ങിയിട്ട് തന്നെയാണ് ഞങ്ങൾ പരസ്യം കൊടുത്തത്, നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ട് പരാതി കൊടുത്തുകൊള്ളൂ എന്ന് മാധ്യമങ്ങളോട് രാജേഷ് പറയുകയും ചെയ്തു. അത്ര വളരെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ പച്ചയ്ക്കാണ് കള്ളം പറഞ്ഞതെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു രാജേഷ്. നാക്കെടുത്താൽ കള്ളം പറയുന്നവരാണോ നമ്മുടെ MP രാജേഷ് മന്ത്രി എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരുന്നു. എന്തായാലും ഈ പരാതി കൊടുക്കൂ എന്നൊക്കെ പത്രസമ്മേളനത്തിൽ രാജേഷ് പറഞ്ഞതോടെ മാധ്യമപ്രവർത്തകരുടെ ഒരു വിഭാഗം ഇതിന് അന്വേഷിച്ചിറങ്ങിയിരുന്നു. അതിനു വേണ്ടിയിട്ട് വിവരാവകാശം അപേക്ഷ കൊടുത്തു. വിവരാവകാശ അപേക്ഷ കൊടുത്തത് ജില്ലാ കളക്ടറേറ്റിലാണ്. ജില്ലാ കളക്ടറേറ്റിലെ ആണ് പ്രധാന വരണാധികാരി. അങ്ങനെ വരണാധികാരിയുടെ ഓഫീസിൽ ചോദിച്ചു, നിങ്ങളിൽ നിന്നും അനുവാദം വാങ്ങിച്ചിരുന്നോ ഇത്തരത്തിൽ പരസ്യം നൽകാൻ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു വിവരാവകാശം കൊടുത്തിരുന്നു. അതിതാണ് ഞാൻ വിവരാവകാശ അപേക്ഷയും അതിന് വന്ന മറുപടിയും ഞാൻ നിങ്ങളുടെ മുന്നിൽ വായിക്കാം. 2024 നവംബർ മാസത്തിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സുപ്രഭാതം, സിറാജ് തുടങ്ങിയ പത്രങ്ങളിൽ സരിൻ തരംഗം എന്ന വലിയ തലക്കെട്ടോടെ പരസ്യം നൽകിയതായി കളക്ടർക്ക് കീഴിലെ ഏതെങ്കിലും സമിതിയോട്, ഉദ്യോഗസ്ഥരോടോ, LDFO, LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയോ, സ്ഥാനാർത്ഥിയോ, CPMലെ ആരെങ്കിലുമോ അനുമതി തേടിയിരുന്നോ? ഇതാണ് ആദ്യത്തെ ചോദ്യം. അതിനുത്തരം, ഒറ്റ വാക്കിൽ ഉത്തരം ഇല്ല. ഇതാണ് അവിടുന്ന് വിവരാവകാശ രേഖ വഴി പറഞ്ഞിട്ട് രാജേഷ് പറഞ്ഞത് അനുവാദം വാങ്ങിച്ചിട്ട് തന്നെയാണ് ഞങ്ങളിതെല്ലാം ചെയ്തത് എന്നാണ്. ഇതാ വിവരാവകാശം ഇല്ല. ഇനി അങ്ങനെ അനുവാദം നേടിയിരുന്നുവെങ്കിൽ പരസ്യത്തിൻ്റെ പകർപ്പ് ഹാജരാക്കിയിരുന്നോ? ഒരു ചോദ്യം. രണ്ടാമത്തെ, അനുമതി നേടിയെങ്കിൽ എന്നാണ് അനുമതി നേടിയത്? ആരാണ് അനുമതി തേടിയത്? അനുമതി തേടിയുള്ള കത്തിൻ്റെയോ അപേക്ഷയുടെയോ പകർപ്പ് ലഭ്യമാക്കാൻ അഭ്യർത്ഥന. അനുമതി തേടിയെങ്കിൽ അനുമതി നൽകിയിരുന്നോ? ഇത്രയാണ് ആ ഒറ്റ കോളത്തിൽ രണ്ടാമത്തെ ചോദ്യമായിട്ട് വരുന്നത്. ബാധകമല്ല എന്നാണ് മറുപടി. അതായത് ഈ അനുമതി പകർപ്പ് ഹാജരാക്കാൻ കഴിയുമോ? പറ്റില്ല. അനുമതി തേടിയെങ്കിൽ എന്നാണ് അനുമതി തേടിയത്? അതിലും ബാധകമല്ല. ആരാണ് അനുമതി തേടിയത്? അതും ബാധകമല്ല. അനുമതി തേടിയുള്ള കത്തിൻ്റെയോ അപേക്ഷയുടെയോ പകർപ്പ് ലഭ്യമാക്കുമോ? അതും ബാധകമല്ല. അപ്പോൾ വ്യക്തമായിരിക്കുന്നു, പരാതി നൽകി അപേക്ഷ നൽകിയിട്ടല്ല, തോന്നും പോലെ ഭരണത്തിൻ്റെ ആ ഒരു അഹങ്കാരത്തിൽ ഈ ഭരണം ഇരിക്കുമ്പോൾ ഞങ്ങൾ എന്തും ചെയ്യും, ആര് ചോദിക്കാൻ, ഇവിടെ ഇലക്ഷൻ കമ്മീഷനോ ഭരണാധികാരിയോ ഒന്നും ചോദിക്കണ്ട, ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾ ചെയ്യും, ചോദിക്കാൻ ഇവിടെ ആരും വേണ്ട എന്ന തരത്തിലുള്ള ആ അധികാര ധാർഷ്ട്യമാണ് കാണിച്ചത്. ദുർവിനിയോഗമാണ് അധികാരത്തിൻ്റെ എന്നത് വ്യക്തമാണ്. ഇനിയുണ്ട്, അനുമതി പരസ്യം പ്രസിദ്ധീകരിച്ചതുമായി ബന്ധപ്പെട്ട് പരാതി ലഭിച്ചിട്ടുണ്ടോ?
ഒരു പ്രധാന ചോദ്യമാണ്. അങ്ങനെ പരാതികൾ കൊടുക്കുമെന്നാണല്ലോ രാജേഷ് പറഞ്ഞത്. അങ്ങനെ പരാതി ലഭിച്ചിട്ടുണ്ടോ? അതിന് വളരെ തന്ത്രപരമായിട്ടാണ് മറുപടി. ഈ ഓഫീസിൽ ലഭിച്ചിട്ടില്ല. മറ്റു പല ഓഫീസുകളിലും ചിലപ്പം ഇലക്ഷൻ കമ്മീഷനിലും ഒക്കെ പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ പ്രത്യേക ഓഫീസിൽ, ഈ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് അറിയാമല്ലോ, സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, അസിസ്റ്റന്റ് എഡിറ്റർ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്. അതാണ് ആ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ നിന്നാണ് ഈ മറുപടി വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഓഫീസിൽ നിന്നും അങ്ങനെ അനുവാദം വന്നിട്ടില്ല. ഇനി അനുവാദമില്ലാതെ പരസ്യം പ്രസിദ്ധീകരിച്ചെങ്കിൽ അതിന്മേൽ അന്വേഷണം നടത്തിയിരുന്നോ? അവിടെയും ഈ ഓഫീസിൽ നിന്നും നടത്തിയിട്ടില്ല. എന്നുവെച്ചാൽ അതിനെക്കുറിച്ചൊന്നും ഒരു അന്വേഷണം നടക്കുന്നില്ല എന്നാണ്. എന്ത് നഗ്നമായ ചട്ടലംഘനം നടത്തിയാലും ഈ ഭരണാധികാരികൾ, കളക്ടറേറ്റിലുള്ള ഭരണാധികാരികൾ അത് മേലുള്ള ഒരു പരിശോധന, പ്രാഥമിക പരിശോധന പോലും നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് പറയുക. അന്ന് CPM നേതാവിനെതിരായിട്ട്, ഒരു മന്ത്രിയായിരിക്കുന്ന ആളിനെതിരായിട്ട് എങ്ങനെയാണ്, ഏത് അന്വേഷണം, കേരളത്തിലെ ഏത് അന്വേഷണ ഏജൻസിക്കാണ് ഒരു അന്വേഷണം നടത്താനുള്ള ധൈര്യമുള്ളത്? നിഷ്പക്ഷമാണ് നമ്മൾ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നമ്മുടെ കളക്ടറേറ്റ് ഉദ്യോഗസ്ഥന്മാരും എല്ലാം ഇലക്ഷൻ കമ്മീഷന്റെ കൺട്രോളിലാണ് എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നെങ്കിൽ അങ്ങനെ അല്ല. ഇത്രയധികം അധികാരത്തെ ദുർവിനിയോഗം ചെയ്യുന്ന ഒരു ഗവൺമെന്റ് മറ്റേതുണ്ട് എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനി നടത്തിയെങ്കിൽ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ എന്താണ്? അത് അന്വേഷണം നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ഓഫീസിന്റെ അന്വേഷണം നടത്തിയിട്ടില്ല എന്നാണ്. പക്ഷെ ചോദ്യം ചോദിച്ചിരുന്നത് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വിശദ വിവരങ്ങൾ, അതിന്റെ രേഖ തരാമോ? ബാധകമല്ല. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ രാജേഷ് പച്ചക്കള്ളമാണ് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞത്. ഈ രാജേഷ് മാത്രമല്ല, ഈ മന്ത്രിസഭയിലെ പലരും നമ്മളോട് പറയുന്നതൊന്നും ഇത്തരത്തിലായിരിക്കും. ഇവിടെ ചിലത് നടപ്പിലാക്കും, ഇങ്ങനെ നടപ്പിലാക്കിയിട്ടുണ്ട്, ഇന്നത് എത്തിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് ആരോഗ്യവകുപ്പിലായിരുന്നാലും വിദ്യാഭ്യാസ വകുപ്പിലായിരുന്നാലും എല്ലാം നമ്മൾ എങ്ങനെ വിശ്വസിക്കും? ഒരു മന്ത്രി പൊതുമണ്ഡലത്തിൽ വന്ന് മാധ്യമങ്ങൾ നിറയെ മയക്ക് വെച്ച് ചോദിച്ചപ്പോൾ അനുവാദം വാങ്ങിയിട്ടുണ്ട് എന്ന് പച്ചക്കള്ളം പറഞ്ഞ ഒരു മന്ത്രിയെ, ആ മന്ത്രിയുടെ കൂട്ടത്തിലുള്ള സഹമന്ത്രിമാരെയും ഈ മന്ത്രിയെ നയിക്കുന്ന മുഖ്യമന്ത്രി പറയുന്നതിനെ നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുക?